ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. +2 ബോട്ടണിയിലെ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസത്തിലെ അവസാനത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇതോടെ നമ്മൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കേൾക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഞാൻ വീഡിയോസ് ഇടുന്ന ടൈമിൽ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി, മാക്സിമം ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരിൽ എത്തിക്കാൻ ഒന്ന് ശ്രമിക്കുക. താങ്ക് യു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് ആയിരുന്നു നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പഠിച്ചത്. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സിനെ പറ്റിയിട്ടാണ്. അതായത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് നടക്കുന്നത് അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സിനെ നമുക്ക് രണ്ട് സ്റ്റേജായിട്ട് പറയാം. ഒന്ന് സൈഗോട്ട് ഫോർമേഷൻ, രണ്ടാമത്തത് എംബ്രിയോ ഫോർമേഷൻ. അപ്പോൾ സൈഗോട്ട് ഫോർമേഷൻ, ഫസ്റ്റ് നമുക്ക് സൈഗോട്ടിനെ പറ്റിയിട്ട് പഠിക്കാം. സൈഗോട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഡിപ്ലോയിഡ് ആയിരിക്കും. അതായത് പാരൻറ്റ് സെല്ല് ഹാപ്ലോയിഡോ ഡിപ്ലോയിഡോ ആയിക്കോട്ടെ, പക്ഷേ സൈഗോട്ട് എന്തായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കും. അപ്പോൾ ഈ സൈഗോട്ട് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ വഴിയാണ് ഫോം ചെയ്യുന്നതെങ്കിൽ ഈ സൈഗോട്ട് എവിടെയായിരിക്കും? എന്തായിരുന്നാലും ഒരു എക്സ്റ്റേണൽ മീഡിയത്തിലായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനാണ് നടക്കുന്നതെങ്കിലോ ഈ സൈഗോട്ട് എവിടെയായിരിക്കും? ഈ ഓർഗാനിസത്തിൻ്റെ പാരൻറ്റ് ബോഡിയുടെ അകത്തായിരിക്കും, അതായത് ഫീമെയിൽ ബോഡിയുടെ അകത്തായിരിക്കും. അപ്പോൾ ഈ സൈഗോട്ടിൻ്റെ ഫർദർ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ആ ഓർഗാനിസത്തിൻ്റെ ലൈഫ് സൈക്കിളിനനുസരിച്ചാണ് ഈ സൈഗോട്ടിൻ്റെ ബാക്കിയുള്ള ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് രണ്ട് രീതിയിൽ പോകാം. ഇതിനകത്ത് ടെക്സ്റ്റിനകത്ത് രണ്ട് രീതിയെ പറയുന്നുള്ളൂ. അപ്പോൾ രണ്ട് രീതിയിൽ പോകാം. ചില സൈഗോട്ട്സ്, അതായത് ഫഞ്ചൈ ആൽഗയൊക്കെ അവരിലൊക്കെ ഉണ്ടാവുന്നവരാണെങ്കിൽ ഈ സൈഗോട്ട് ഒരു തിക്ക് റെസിസ്റ്റൻറ്റ് വാൾ ചുറ്റും ഫോം ചെയ്തിട്ട് ഇവരൊരു ഡോർമെൻറ്റ് സ്റ്റേജിലോട്ട് പോകും. എന്നിട്ട് പിന്നെയാണ് ഇതൊരു ഓർഗാനിസമായിട്ട് മാറുന്നത്. പിന്നെ അവിടെ നിന്ന് ജെർമിനേറ്റ് ചെയ്താണ് പിന്നെ ഒരു ഓർഗാനിസമായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ചില ആൾക്കാരാണെങ്കിൽ, അതായത് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ഉള്ളവരാണെങ്കിൽ ഇവർ ഹാപ്ലോയിഡ് ഓർഗാനിസം ആവണമല്ലോ. അപ്പോൾ ഈ സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ട് കുറേ ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടാക്കും. എന്നിട്ട് ഈ ഓരോ ഹാപ്ലോയിഡ് സ്പോർസും ഓരോ ഹാപ്ലോയിഡ് ഓർഗാനിസമായിട്ട് മാറും. അപ്പോൾ സൈഗോട്ടിൻ്റെ ഫോർമേഷൻ കഴിഞ്ഞു. അപ്പോൾ സൈഗോട്ട് ഫോം ചെയ്തു. അത് കഴിഞ്ഞിട്ട് എംബ്രിയോജനസിസ് ആണ്. എംബ്രിയോജനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഗോട്ടിൽ നിന്ന് എംബ്രിയോ ഫോം ചെയ്യുന്നതാണ് എംബ്രിയോജനസിസ്. അപ്പോൾ ഈ എംബ്രിയോജനസിസിലെ എംബ്രിയോ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? സൈഗോട്ട് ഡിവൈഡ് ചെയ്യും. അതായത് രണ്ട് ചേഞ്ചസ് ഉണ്ടാവും. ഒന്ന് സെൽ ഡിവിഷൻ, രണ്ടാമത്തത് സെൽ ഡിഫറൻഷിയേഷൻ. അപ്പോൾ സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സെൽസിൻ്റെ നമ്പർ കൂടും. അപ്പോൾ സെൽസിൻ്റെ നമ്പർ കൂടും ഒരു കാര്യം, അതാണ് സെൽ ഡിവിഷൻ. രണ്ടാമത്തത് സെൽ ഡിഫറൻഷിയേഷൻ. സെൽ ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറേ സെൽസ് ഡിവൈഡ് ചെയ്തുണ്ടായല്ലോ, ഇതിൽ കുറേ സെൽസ് ചേർന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ് ഉണ്ടാവും. ഈ ടിഷ്യൂസ് പിന്നെ ഒരു സ്പെഷ്യലൈസ്ഡ് ഓർഗൻ ആകും. അപ്പോൾ ഇവർക്ക് മാത്രമായിട്ടൊരു പ്രത്യേക ഫങ്ഷൻ ഉണ്ടാവും ഇവർക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ ഗ്രൂപ്പാവും. അതാണ് സെൽ ഡിഫറൻഷിയേഷൻ. അപ്പോൾ നമുക്ക് അനിമൽസിൻ്റെ കാര്യം പറയാം. അനിമൽസിനെ നമുക്ക് ഓവിപാരസ് എന്നും വിവിപാരസ് എന്നും ക്ലാസിഫൈ ചെയ്യാം. അതായത് ഈ ഫോം ചെയ്ത സൈഗോട്ട് പാരൻറ്റ് ബോഡിയുടെ പുറത്ത് വളരുന്നതനുസരിച്ച്, അതായത് അകത്താണെങ്കിൽ വിവിപാരസ് എന്നും, പുറത്താണ് വളരുന്നതെങ്കിൽ ഓവിപാരസ് എന്നും പറഞ്ഞ് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഈ ഓവിപാരസിന് എക്സാമ്പിളാണ് ഈ റെപ്റ്റൈൽസും അതുപോലെ ബേർഡ്സൊക്കെ. അപ്പോൾ ഈ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്സിനെ അവർ പുറത്തോട്ടാണ്, അതായത് പാരൻറ്റ് ബോഡിക്ക് പുറത്താണ് അവർ പിന്നെ അവരുടെ ബാക്കിയുള്ള ലൈഫ് എന്ന് പറയുന്നത്. അപ്പം പുറത്താകുമ്പോഴത്തേനും അവർക്ക് ഫുൾ സർവൈവൽ റേറ്റ് ഭയങ്കര കുറവാണ്. അപ്പം അവർ മാക്സിമം അവരെ സർവൈവൽ റേറ്റ് കൂട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചുറ്റും, അതായത് ആ എഗ്സിന് ചുറ്റും ഒരു ഷെല്ല് ഫോം ചെയ്യും, ഒരു കാൽക്കരസ് ഷെല്ല് ഫോം ചെയ്യും. അതായത് കാൽഷ്യം കാർബണേറ്റ് ആണ് കൂടുതലും. അപ്പോൾ അങ്ങനെ ഒരു ഷെല്ല് ഫോം ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചുറ്റും അവരെ ഒരു സേഫ് ആയിട്ടുള്ളൊരു രീതിയിൽ അവരെ എത്തിക്കും. അതാണ് അവർ ചെയ്യുന്നത്, ഈ ഷെല്ല് ഫോം ചെയ്യിപ്പിച്ചിട്ട്. അപ്പം അവരുടെ ആ ഒരു ഇൻക്യുബേഷൻ ടൈം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവർ പുറത്ത് തിരിച്ചു വരും. അതായത് എഗ്ഗ് പൊട്ടി അവർ തിരിച്ച് പുറത്ത് വരും, ഒരു ന്യൂ ഓർഗാനിസമായിട്ട് പുറത്ത് വരും. ഇതാണ് ഓവിപാരസ് അനിമൽസിൽ നടക്കുന്നത്. അപ്പോൾ വിവിപാരസ് അനിമൽസിൽ എന്താണ് നടക്കുന്നത്? അതിന് എക്സാമ്പിളാണ് ഹ്യൂമൻ ബീങ്സ് ഒക്കെ, അതുപോലെ തന്നെ മിക്ക മാമൽസും. അപ്പം ഇവരൊക്കെ വിവിപാരസിന് എക്സാമ്പിളാണ്. ഇവരുടെ എന്ന് വെച്ചാൽ നമുക്കറിയാം സൈഗോട്ട് എന്ന് പറയുന്നത് പാരൻറ്റ് ബോഡിയുടെ ഉള്ളിലാണ് ഉള്ളത്. അതായത് അവരൊരു പ്രത്യേക ഗ്രോത്ത് എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ്
യങ് വൺസ് ആയിട്ട് അവർ തിരിച്ച് പുറത്തോട്ട് വരുന്നത്. അത് നമുക്ക് അറിയാമെന്നുള്ളൊരു കാര്യമാണ്. അപ്പം ഏതിനാണ് ഏറ്റവും കൂടുതൽ സർവൈവൽ റേറ്റ്? വിവി പാരസ് ആനിമൽസ് ആണ്. കാരണം അവർ പാരൻ ബോഡിയിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ ഗ്രോത്ത് ഒക്കെ അറ്റൈൻ ചെയ്തതിന് ശേഷമാണ് പുറത്ത് വരുന്നത്. പക്ഷേ ഒവി പാരസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അവർക്ക് ഫോം ചെയ്തതാണെങ്കിൽ ആ സൈഗോട്ട് ഓൾറെഡി പുറത്തുണ്ട്, പുറത്തെ എൻവയോൺമെൻറ്റിലാണ്. അവർ ജസ്റ്റ് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഷെല്ലൊക്കെ ഉണ്ട്. പക്ഷേ കമ്പയർ ടു വിവി പാരസിനാണ് സർവൈവൽ റേറ്റ് കൂടുതലെന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. അതെന്ന് പറയുന്ന ഇനി ഞാൻ പറയാൻ പോകുന്നത് ബോർഡ് എക്സാം പോയിൻറ്റ്സ് ആണ്. അതിലുപരി ഇത് എൻട്രൻസ് ക്വസ്റ്റ്യൻ ആണ്. എൻട്രൻസ് ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാനുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു ഫ്ലവറിങ് പ്ലാന്റ്സിൽ സൈഗോട്ട് എവിടെയാണ്? ഓവ്യൂളിൻ്റെ അകത്താണ്. ഓവ്യൂൾ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ബോഡിയല്ല, ഓവ്യൂളിൻ്റെ അകത്താണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷം ഈ സെപ്പൽസും പെറ്റൽസും അതുപോലെ തന്നെ സ്റ്റേമൻസിൻ്റെ എല്ലാം മാറിപ്പോവും, എല്ലാം കൊഴിഞ്ഞു പോവും. അത് കഴിഞ്ഞ ശേഷം ഈ സൈഗോട്ട് എന്താവും? എംബ്രിയോ ആയിട്ട് മാറും, അതായത് അടുത്ത സ്റ്റേജ്. അത് കഴിഞ്ഞിട്ട് ഈ ഓവ്യൂൾസ് എന്തായിട്ട് മാറും? സീഡായിട്ട് മാറും. അതുപോലെ തന്നെ ഓവറി എന്തായിട്ട് മാറും? ഫ്രൂട്ടായിട്ട് മാറും. ഇങ്ങനെയാണ് ആ ചേഞ്ച് നടക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിന് ചുറ്റും ഒരു തിക്ക് വാൾ ഫോം ചെയ്യും. അതിനെ പറയുന്നതാണ് പെരികാർപ്പ്. അത് പെരികാർപ്പിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത്ര ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പെരികാർപ്പിൻ്റെ ഫംഗ്ഷൻ. അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷമാണ് സീഡ് എന്താവുന്നത്? സീഡിൻ്റെ ഫേവറബിൾ കണ്ടീഷനിൽ അതൊരു പുതിയ പ്ലാന്റ് ആയിട്ട് മാറുന്നു. അത് പുറത്തോട്ട് പോയി സീഡ് പുറത്ത് മീൻസ് താഴെ മണ്ണിൽ വീണു. അത് കഴിഞ്ഞിട്ട് ഒരു പുതിയ പ്ലാന്റ് ആയിട്ട് അത് മാറുന്നു. അതാണ് ശരിക്കും ഇതൊരു സൈക്കിളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫിഗർ 1.8 നോക്കുക. ഇതിൽ കുറച്ച് പിക്ചേഴ്സ് കാണിക്കുന്നുണ്ട്. സീഡ്സ് ഏതാണ്, അതുപോലെ തന്നെ പെരികാർപ്പ് ഏതാണ്. അപ്പോൾ SP എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. S ഫോർ സീഡ്സ് ആൻഡ് P ഫോർ പെരികാർപ്പ്. അപ്പോൾ ഇത് എൻട്രൻസിന് ചോദിക്കുന്നതാണ്. അതായത് ഈ പിക്ചർ അതുപോലെ തന്നിട്ട് എസും പിയും ഏതാണെന്ന് ചോദിക്കും. അത് മാർക്ക് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സൈഗോട്ട് എംബ്രിയോ ആകും, അതുപോലെ ഓവ്യൂൾസ് സീഡാകും, ഓവറി ഫ്രൂട്ടാകും എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നു. അങ്ങനെ ഒരു ക്വസ്റ്റ്യനും എൻട്രൻസിന് ചോദിക്കാനുള്ളതാണ്. അത് മാച്ച് ദ ഫോളോയിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ചോദിക്കും. ചിലപ്പോൾ ബോർഡ് എക്സാമിന് തന്നെ ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതോടുകൂടെ ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ കുറച്ച് MCQs ഞാനിടാം, കുറച്ച് ക്വസ്റ്റ്യൻസ് ഇടാം. ഒന്ന് നോക്കും നിങ്ങൾക്ക് എത്രത്തോളം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന്. ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ ഈ ചാപ്റ്ററിൻ്റെ വീഡിയോ ഇട്ടവർ ഈ വീഡിയോ കണ്ടിട്ടാണ് ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പോകുന്നതെങ്കിൽ 100% ആയിരിക്കും ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഉറപ്പാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. Thank you so much.